ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് കേബിൾ പൊട്ടിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലച്ച് പെഡൽ പെട്ടെന്ന് താന്നുപോയി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് ആദിത്യൻ എ ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഇയോൺ 2012 75,000 കിലോമീറ്റർ ഓടി ബ്രോ, എൻ്റെ വാഹനത്തിൻ്റെ ക്ലച്ച് പെഡൽ താന്നുപോയി. മെക്കാനിക്ക് വന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ക്ലച്ച് തീർന്നതാണെന്നും. പക്ഷേ അത് എങ്ങനെ മനസ്സിലാക്കാം, ക്ലച്ച് തീർന്നതാണോ അല്ല ക്ലച്ച് കേബിൾ അറ്റുപോയതാണോ എന്ന്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെഡൽ താന്ന് പോകണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് കേബിളിൻ്റെ തന്നെ ഇഷ്യൂ ആയിരിക്കും. പക്ഷേ രണ്ട് ടൈപ്പ് ക്ലച്ച് വരുന്നുണ്ട്. അതായത് ഒന്ന് ഫ്ലൂയിഡ് ക്ലച്ച് വരുന്നുണ്ട്, ഒന്ന് മെക്കാനിക്കൽ ടൈപ്പ്, അതായത് കേബിൾ ടൈപ്പ് ക്ലച്ച് വരുന്നുണ്ട്. ഇതിൽ ഫ്ലൂയിഡ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ പോകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ക്ലച്ചിൻ്റെ ഫ്ലൂയിഡ് ഏതിലെങ്കിലും ലീക്ക് ആയിട്ടുണ്ട്. ക്ലച്ച് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഫ്ലൂയിഡ് സെയിം തന്നെയാണ്. അതിൻ്റെ കേബിൾസിൽ അതായത് അതിൻ്റെ ഹോസിനോ കാര്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിലീസ് ബെയറിങ്ങിൻ്റെ അവിടെ നിന്ന് ലീക്ക് ഉണ്ടെങ്കിലൊക്കെയാണ് സാധാരണ, അല്ലെങ്കിൽ പമ്പിൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, ക്ലച്ച് പമ്പിന് പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ ഈ ലീക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇവിടെ ഇപ്പം നമുക്ക് സിമിലറായിട്ട് നോക്കുമ്പോൾ ഇയോണിന് വരുന്ന കേബിളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ക്ലച്ചിൻ്റെ കേബിളിനൊരു പ്രോബ്ലം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊട്ടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ പ്രധാന കാര്യം ഏകദേശം 75,000 കിലോമീറ്റർ ഓടിയെന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ശരിക്കും അത് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം 75,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പകുതിക്കും മേളിൽ നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് തീർന്നിട്ടുണ്ട്. പകുതിക്ക് മുകളിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഏകദേശം തീരാറായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഉറപ്പായിട്ടും നിങ്ങൾ ക്ലച്ചിൻ്റെ കേബിൾ മാറുന്നതിൻ്റെ കൂട്ടത്തിൽ ക്ലച്ചും കൂടെ മാറി വേണ്ട അത്യാവശ്യമാണ്. വേറൊന്നും കൊണ്ട് ഞാനത് പറഞ്ഞതല്ല. കാരണം 75,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം അതിൻ്റെ ലൈഫ് എടുത്തു. ക്ലച്ച് കേബിൾ മാറുന്ന സമയത്ത് വരുന്നൊരു ബുദ്ധിമുട്ട് ഗിയർ ബോക്സും കൂടെ ഇറക്കി ക്ലച്ചും കൂടെ മാറി വിടുകയാണ്. അതായത് ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, പൈലറ്റ് ബെയറിംഗ്, റിലീസ് ബെയറിംഗ്, ഇത്രയും കാര്യങ്ങളുടെ ഒന്നിച്ച് മാറി വിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു സമയത്ത് നമുക്ക് പിന്നെയും ഈ ക്ലച്ച് ഇറക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷേ അതേ സ്ഥാനത്ത് നിങ്ങളുടെ വാഹനം ഒരു ചെറിയ കിലോമീറ്റർ മാത്രമാണ്, അതായത് ഏകദേശം ഒരു 10-20,000 കിലോമീറ്റർ അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ, കേബിൾ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ഉറപ്പായിട്ടും കേബിൾ റീപ്ലേസ് ചെയ്ത് നോക്കണം. അതായത് ക്ലച്ചിൻ്റെ കേബിൾ മാറി നോക്കണം. അങ്ങനെ കേബിൾ മാറി നോക്കിയതിന് ശേഷം ക്ലച്ചിനെ ചവിട്ടുന്ന സമയത്ത്, അതായത് ക്ലച്ച് പെഡൽ ചവിട്ടുന്ന സമയത്ത് വലിയ ടൈറ്റ് ഇല്ല, സ്മൂത്തായിട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ക്ലച്ച് മാറേണ്ട കാര്യമില്ല. പക്ഷേ ഈ പറയുന്ന സ്ഥാനത്ത് നമ്മുടെ ക്ലച്ച് പിന്നെ ചവിട്ടുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, ഒരു കടിച്ചിൽ പോലെ, അതായത് എന്തോ തട്ടി പോകുന്ന പോലെ ഒരു ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്ലച്ചിൻ്റെ ഡിസ്കും, പ്രഷർ പ്ലേറ്റും, പൈലറ്റ് ബെയറിങ്ങും, റിലീസ് ബെയറിംഗ് കൂടെ ഉറപ്പായിട്ടും നിങ്ങൾ മാറിക്കണം. അതിനെന്തോ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ക്ലച്ച് കേബിൾ പൊട്ടിപ്പോകുന്നതിൻ്റെ കാരണം എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ വാറണ്ടി കിട്ടുമെന്ന് കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും. അതിനകത്ത് നമുക്കൊരു ഫ്രീ സർവീസ് പീരീഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും വാറണ്ടി കിട്ടുന്നതായിരിക്കും. പക്ഷേ ഫ്രീ സർവീസ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും വാറണ്ടിയോ കാര്യങ്ങളൊന്നും കേബിൾസിന് കിട്ടുന്നതല്ല. അതുകൊണ്ട് അത് പൈസ കൊടുത്ത് തന്നെ മാറേണ്ടി വരും.